നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ജിൻഡോ ജോൺ ആണ്. സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുവതലമുറ തന്നെയാണ്. അത്തരത്തിൽ കോൺഗ്രസിനെ തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കുന്നതിൽ കോൺഗ്രസിന്റെ മുഖമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് നമ്മുടെ ജിൻഡോ ജോൺ. ചേട്ടാ, സ്വാഗതം. അപ്പം നമ്മളൊരു തിരഞ്ഞെടുപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പരിപാടികൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, സംഗമങ്ങളുടെ ഒരു കാലം കൂടിയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ ഭരണപരാജയങ്ങൾ ഒരുപാടുണ്ടായിട്ട്, ആരോഗ്യ മേഖല ആയാലും ഇപ്പം നമ്മുടെ ആഭ്യന്തര വകുപ്പിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഒരുപാട് ഭരണപരാജയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പം ഇതിനെല്ലാം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഗമങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ NSSുമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു കൂട്ടുകെട്ടും, അതുപോലെ തന്നെ SNDP ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടും ഇപ്പോൾ മാതാ അമൃതാനന്ദമയുടെ കാലിൽ തന്നെ ചെന്ന് വീഴുന്ന ഒരു നിലപാടിലൂടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും CPM ഒരു വർഗീയ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാ അമൃതാനന്ദമായി അന്നും അമൃതാനന്ദമായി ഇന്നും അങ്ങനെയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അന്ന് കടപ്പുറം സുധാമണിയായിരുന്നു. അതെ. ഇന്ന് അവർക്ക് മാതാ അമൃതാനന്ദമായി എന്ന് അവർ വിളിക്കുമ്പോൾ തന്നെ കുറെ ആളുകൾ ഇപ്പോഴും കടപ്പുറം സുധാമണി എന്നാണ് വിളിക്കുന്നത്. പി ജയരാജന്റെ മകനൊക്കെ അത് ആവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് നിലപാടിൽ ഒരു മാറ്റമില്ല. NSSന്റെ കാര്യത്തിലും SNDPയുടെ കാര്യത്തിലും ഒക്കെ നമുക്ക് സമുദായ സംഘടനകളോടുള്ള നമ്മുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ അതിൻ്റെയൊക്കെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ വ്യക്തിപരമായി നടത്തുന്ന അഭിപ്രായങ്ങളോട് നമ്മൾ കൃത്യമായിട്ട് എതിർക്കാറുണ്ട്. അത് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെതിരായിട്ട് സംസാരിച്ചാൽ അതിനെ നഖശികാന്തം എതിർക്കേണ്ടത് കോൺഗ്രസിന്റെ പ്രഥമ ഉത്തരവാദിത്തമാണ്. കാരണം കോൺഗ്രസ് ഈ മതേതര രാജ്യത്തിന്റെ സൃഷ്ടാക്കളാണ്. അതുകൊണ്ട് നമ്മൾ എതിർക്കും. ഭരണപരാജയത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 6 കോടി രൂപ ചെലവഴിച്ച് പണിത ഒരു റോഡ് മഴയത്ത് ഒലിച്ചു പോയത്, അല്ലേ? ദേശീയപാത സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയാന്ന് പറഞ്ഞു. അത് ഇടിഞ്ഞ് ഒഴുകിപ്പോയപ്പോൾ അത് മാറ്റിവെച്ചു. അത് ഞങ്ങളുടെ അല്ല, കേന്ദ്രത്തിന്റെ ആന്ന് പറഞ്ഞു. ഇതാവില്ലാതായി. കൂളിമാട് പാലം ചാലിയാർ പുഴയിൽ പോയി. തൃശ്ശൂർ ചെമ്പൂച്ചിറ സ്കൂളിന്റെ 2ാം നില അങ്ങനെ തന്നെ പൊളിച്ചു മാറ്റി. കാരണം കുട്ടികൾ കൈകൊണ്ട് തൊടുമ്പോൾ അത് മൊത്തം പൊളിഞ്ഞു വരും. മുഴുപ്പിലങ്ങാട് ബീച്ച്, ബേക്കൽ ബീച്ചിലൊക്കെ കൊണ്ടുവന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ പൊളിഞ്ഞു പോയി, അതെടുത്ത് മാറ്റി വെച്ചു. ഇങ്ങനെ ഓരോന്നും. ഇടുക്കിയിലെ തൊടുപുഴയിൽ പണിത ലൈഫ് മിഷൻ ഫ്ലാറ്റ് സംശയം ചോർന്നൊലിക്കുകയാണ്. കൊച്ചിൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ GCDA പണിത് ഉയർത്തിയ ഇതിന് മറ്റേ ബിൽഡിംഗ് സംശയം മുഴുവൻ കക്കൂസ് മാലിന്യങ്ങൾ നിറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. കേരളത്തിൽ ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് അഴിമതിയിൽപ്പെട്ട് വടക്കാഞ്ചേരിയിലെ ഫ്ലാറ്റ് പദ്ധതിയിൽ നിന്നുപോയി. 1,26,000 കുടുംബങ്ങൾക്ക് അടുത്ത ഗഡു കിട്ടാത്തതിന്റെ പേരിൽ വീടിന് മേൽക്കൂര കെട്ടാതെ കിടക്കുന്ന ഗതികേടുണ്ട്. അങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ. ആശുപത്രി, മറ്റേ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം, വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലയും തകർച്ചയിലേക്കാണ് പോകുന്നത്. ഈ തകർച്ചകളുടെ സമയത്ത് സർക്കാർ ചെയ്യേണ്ടത് അയ്യപ്പ സംഘമോ ന്യൂനപക്ഷ സംഘമോ മത സാമുദായിക നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താനും അല്ല ശ്രമിക്കേണ്ടത്. യുവാക്കളുടെ ഒരു സംഗമം നടത്തണം. PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് എത്ര പേർക്ക് ജോലി കൊടുത്തു, എത്ര പേരെ പറഞ്ഞു പറ്റിച്ചു എന്ന്. കല്ലുപ്പിൽ മുട്ടുകുത്തി സ്വന്തം ചോര കൊണ്ട് മുദ്രാവാക്യം പോസ്റ്ററിൽ എഴുതി കയ്യിൽ കർപ്പൂരം കത്തിച്ച് സമരം ചെയ്ത വനിതാ CPO റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ ഒരു കരച്ചിലോടെ തിരിച്ചുപോയി. പുരുഷ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാർ 65 ദിവസം സമരം ചെയ്ത് കണ്ണീരോടെ തിരിച്ചുപോയി. നമ്മുടെ ആശമാരിപ്പം 230 ദിവസമായി. ആശാ വർക്കർമാര് ആ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് മുഖ്യമന്ത്രിയുടെ ജനൽപാളി ഒന്ന് തുറന്നു നോക്കിയാൽ കാണാം ആ മനുഷ്യരോടെ സമരം ചെയ്യാം. അവരെ കണ്ടില്ല. ആശാ വർക്കർമാരുടെ സമ്മേളനം നടത്തണം, സംഗമം നടത്തണം. സ്കൂളുകളിലെ പാചക തൊഴിലാളികളുടെ സംഗമം നടത്തണം. അതുപോലെ പെൻഷൻ കിട്ടുന്ന 10-64 ലക്ഷം പേരുണ്ടല്ലോ, ഈ പെൻഷൻ കിട്ടുന്ന ക്ഷേമ പെൻഷൻ അർഹരായിട്ടുള്ള മനുഷ്യരുടെ സംഗമം നടത്തണം. പറ്റുമെങ്കിൽ ആ ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത ജോസഫ് ഏട്ടൻ, പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ മരുന്ന് മേടിക്കാൻ വകയില്ലാതെ ആത്മഹത്യ ചെയ്ത ജോസഫ് ഏട്ടന്റെ ബന്ധുക്കളെ കൂടി വിളിച്ചു ചേർക്കണം ആ സംഗമത്തിൽ. അങ്ങനെ ഓരോന്നും. ക്ഷേമനിധി പെൻഷൻ അർഹതപ്പെട്ട മനുഷ്യർ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ, ഹീമോഫീലിയ രോഗികളുടെ, ക്യാൻസർ രോഗികളുടെ, കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ മുഴുവൻ സംഗമം നടത്താൻ ഇവർക്ക് എന്നാ പറ്റുക? ഇവരൊരു നവകേരള സൃഷ്ടി നടത്തിയല്ലോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നവകേരള സദസ്സ് 1,05,00,000 ആഡംബര വാഹനത്തിൽ 360 ഡിഗ്രി തിരിയുന്ന കസേരയുണ്ട്, സഞ്ചരിക്കുന്ന കക്കൂസുണ്ട്, സഞ്ചരിക്കുന്ന കാഴ്ച ബംഗ്ലാവാണ്, മ്യൂസിയം എന്നൊക്കെ പറഞ്ഞില്ലേ. ആ ബസ് ഇപ്പൊ എവിടെയുണ്ട്? ആ ബസ് പ്രദർശനത്തിന് വെച്ച് കിട്ടുന്ന പണം എത്ര കിട്ടി പറയണ്ടേ? അതിന്റെ കണക്കുണ്ടോ? അതിന് എത്ര രൂപ പിരിച്ചു എന്നറിയോ? അപ്പൊ പൗരപ്രമുഖർക്ക് കശുവണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയ ചിക്കൻ കറി കൊടുത്ത് പ്രാതൽ കൊടുത്തതല്ലാതെ ഈ കേരളത്തിലെ മനുഷ്യരെ പൗരപ്രമുഖരെന്നും സാധാരണക്കാരെന്നും 2 ഡിവിഷൻ കൊണ്ടുവന്നതല്ലാതെ ആ നവകേരള സദസ്സ് കൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഒരു ഗുണം ഉണ്ടായില്ല.
അന്ന് ഇവരുടെ നവകേരള സദസ്സിന് കൈയടിക്കാൻ പോയ ആശാ വർക്കർമാർ ഇന്ന് സമരം ചെയ്യുക, മനസ്സിലായോ? അതുപോലെ ഹരിത കർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകര്, അങ്ങനെ ഓരോ ആളുകളെ നോക്കും. ഇതുപോലെ വിശ്വാസവഞ്ചന നടത്തിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. എല്ലാ സർക്കാരിന്റെ കാലത്തും ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. പോരായ്മകളൊക്കെ സ്വാഭാവികമാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് കൺസെപ്റ്റിൽ എല്ലാം നമ്മൾക്ക് തൃപ്തിപ്പെടുത്തി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ശ്രമിക്കുക, മാക്സിമത്തിന് വേണ്ടി ശ്രമിക്കുക. ഒന്നും ചെയ്യാതെ പ്രചരണം മാത്രം നടത്തുക. ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് മൊത്തത്തിൽ ചെലവ് 200 കോടി രൂപയെന്നാണ് വാർത്തകൾ വരുന്നത്. പല ജില്ലകളിൽ സമ്മേളനങ്ങൾ നടന്നു. 200 കോടി രൂപ കൊണ്ട് 5000 മനുഷ്യർക്ക് വീട് വയ്ക്കാൻ പണം കൊടുക്കാമായിരുന്നു. ലൈഫ് മിഷനിൽ വീടിന് കൊടുക്കുന്ന 4 ലക്ഷം രൂപ. അത് സർക്കാരിന്റെ എത്രയുണ്ട്? വളരെ കുറവാണ്. പഞ്ചായത്ത് ഉണ്ട്, മറ്റു പല സംവിധാനങ്ങളുടെയും കേന്ദ്രത്തിന്റെ എല്ലാ വിഹിതം കൂട്ടിയ 4. ഇനി ആയിക്കോട്ടെ, മൊത്തം സംസ്ഥാന സർക്കാരാണെന്നുള്ള അവകാശപ്പെടുന്നത്. 200 കോടി രൂപ കൊണ്ട് 5000 പേർക്ക് വീട് കൊടുക്കാൻ. മുഖ്യമന്ത്രിയുടെ മുഖം ദേശീയപാതയിൽ ഫ്ലെക്സ് അടിച്ചു വെക്കാൻ വേണ്ടി 15 കോടി രൂപ ചെലവഴിച്ച് 100 കണക്കിന് മനുഷ്യർക്ക് വീട് വയ്ക്കായിരുന്നു, മനസ്സിലായോ? ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന് 45 ലക്ഷം രൂപ, പശുത്തൊഴുത്തിന് 45 ലക്ഷം രൂപയാണ്. അവിടുത്തെ തൊഴുത്ത് പണിത കാശ് കൊണ്ട് 11 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാം. നീന്തൽക്കുളം ഉണ്ടാക്കിയ കാശ് കൊണ്ട് 11 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാം. അവിടുത്തെ ചാണകം വാരിടുന്ന ചാണകക്കുഴിക്ക് 4 ലക്ഷം രൂപയാണ്, ഒരു കുടുംബത്തിന് വീട് വയ്ക്കാം. ലിഫ്റ്റിന് 25 ലക്ഷം രൂപയാണ്, ഒരു കുടുംബത്തിന് 5 കുടുംബത്തിന് വീട് വയ്ക്കാം. ഇതൊരു സർക്കാരിന്റെ പ്രയോറിറ്റി. ഈ സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ സാധാരണക്കാരില്ല. 750 കോടി രൂപ ഖജനാവിലേക്ക് കിട്ടിയിട്ടും മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വാടക കൊടുക്കാൻ മനസാക്ഷിയില്ലാത്തൊരു സർക്കാരാണ്. ആ മനുഷ്യർ സമരം ചെയ്യുക. ആരാ സമരം ചെയ്യുന്നത്? അവരുടെ ബന്ധുമിത്രാദികളിലെ കുറേ ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. അവരാരാണെന്ന് എവിടെയാണെന്ന് പോലും അറിയില്ല. ആ മനുഷ്യർ ബാക്കി വെച്ചു പോയ, ആ മരണപ്പെട്ട മനുഷ്യർ ബാക്കി വെച്ചു പോയ മനുഷ്യർ വാടകയ്ക്ക് ഗതിയില്ലാതെ, ജീവിത മാർഗമില്ലാതെ സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് പോകും. സർക്കാർ ഇവിടെ സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശബരിമലയിലെ അയ്യപ്പനെ തൃപ്തിപ്പെടുത്താനല്ല സംഗമം നടത്തേണ്ടത്. അയ്യപ്പനെ വിളിച്ച് ശരണം വിളിക്കുന്ന മനുഷ്യരെ തൃപ്തിപ്പെടുത്താനാണ് സംഗമം നടത്തേണ്ടത്. മതസാമുദായിക നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താനല്ല സംഗമം നടത്തേണ്ടത്. ഈ മതസാമുദായിക നേതാക്കന്മാർ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ പെൻഷൻ കിട്ടാത്ത മനുഷ്യരെ അഡ്രസ്സ് ചെയ്യണം. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന മനുഷ്യരെ അഡ്രസ്സ് ചെയ്യണം. 10 രൂപയുടെ ചീട്ടെടുത്ത് ഗവൺമെന്റ് ആശുപത്രി ക്യൂ നിന്നിട്ട് കിട്ടുന്ന മരുന്ന് കാലാവധി കഴിഞ്ഞതാണെന്ന് ഓർത്ത് പരിതപിക്കുന്ന മനുഷ്യരെ ആണ് തൃപ്തിപ്പെടുത്തേണ്ടത്, അല്ലേ? 1600 കോടി രൂപയുടെയാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ചു എന്ന് പറയുന്നത്. 1000 കോടി രൂപയുടെ PPE കിറ്റ് മാസ്ക് അഴിമതി നടന്നു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ നിരന്തരം ഇത്തരം ആക്ഷേപങ്ങൾ വരുമ്പോൾ ഒരു സ്ഥലത്ത് അഴിമതി നടക്കുന്നു, മറു സ്ഥലത്ത് മനുഷ്യരെ കൊള്ളയടിക്കുന്നു. വൈദ്യുതി ചാർജ്, വീട്ടുകരം, ഭൂനികുതി, എല്ലാ മേഖലയിലും വിദ്യാർത്ഥി വഞ്ചനയുടെ ചരിത്രം പിണറായി വിജയനുള്ള അവകാശപ്പെടുന്ന വേറെ ആരുമില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തു, അല്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തു. 13ൽ 12 യൂണിവേഴ്സിറ്റികളിൽ VC-മാരില്ല, 65 കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, പഠിക്കാൻ കുട്ടികളില്ല. പകുതിയോളം യൂണിവേഴ്സിറ്റികളിൽ പകുതിയോളം സീറ്റുകൾ വേക്കൻ്റ് ആണ്. എന്നിട്ട് ഇവിടെ ഗതിയില്ലാതെ കടം മേടിച്ചും ഭൂമി വിറ്റും സ്വർണം പണയം വെച്ചും ഒക്കെ പുറത്തു പോകുന്ന കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവ് വിജയരാഘവൻ വിളിക്കുന്നത് വിദേശത്ത് പാത്രം കഴുകാൻ പോകുമായിരുന്നു, മനസ്സിലായോ? മുഖ്യമന്ത്രിയുടെ മകൻ ബർമിംഗ്ഹാമിൽ പഠിച്ച പോലെ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ലല്ലോ. പാവം പിടിച്ചവരുടെ മക്കൾ ചിലപ്പോൾ പാത്രം കഴിയായിരിക്കും പഠിക്കുന്നത്. അത് അവരുടെ ഒരു മെറിറ്റ് അല്ലേ? എല്ലാവർക്കും മാസപ്പടി കിട്ടില്ലല്ലോ. എല്ലാവർക്കും അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് ആയുർവേദ റിസോർട്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ. പാവം പിടിച്ച ആളുകൾക്കും ജീവിക്കണം. അവരെ ആക്ഷേപിക്കുക കൂടി ചെയ്യുക. അപ്പോൾ ഈ സർക്കാർ തോൽവിയുടെ എല്ലാ അറ്റത്തേക്ക് എത്തി, തോൽവി മണത്ത ഒരു സർക്കാരാണ്. അതുകൊണ്ടാണ് ഈ സംഗമം നടത്തുന്നത്. സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യാൻ, 9.5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് അഡ്രസ്സ് ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ സംഗമം നടത്തുന്നത്. മത സാമുദായിക നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താനേ പറ്റുള്ളൂ. പക്ഷെ സമുദായ അംഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ സർക്കാരിന് സാധിക്കില്ല. കാരണം ഇവര് മതങ്ങളിലേക്കും വർഗീയതയിലേക്കും വളരുമ്പോൾ കോൺഗ്രസും UDF-ഉം സാധാരണക്കാരിലേക്ക് പടർന്നു പന്തലിക്കുന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് UDF ഭയങ്കര വിജയം നേടിയപ്പോൾ MP ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? ഈഴവ വോട്ടുകൾ ഭിന്നിച്ചു പോയി, ഭൂരിപക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയില്ല, ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് പോയി. അതായത് സാധാരണ മനുഷ്യന്മാരെ ആർക്ക് വോട്ട് ചെയ്തെന്ന് ഇവർ പറയുന്നില്ല.
ഇവര് വോട്ട് ചെയ്യാത്ത മനുഷ്യരെ ഈഴവര് ഭൂരിപക്ഷം ന്യൂനപക്ഷം തോറ്റുപോടത്തല്ല ഇവർ ഈ ഒരു പരിപാടിയാണ് പറയുന്നത്. എല്ലാം. പാലക്കാട് ജയിച്ചപ്പോഴും പാലക്കാട് രാഹുൽ ജയിച്ചപ്പോഴും സമാനമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇവർ ഉന്നയിച്ചത്. അതെ, അതായത് വോട്ട് ചെയ്ത മനുഷ്യരെ വർഗീയവാദികളായിട്ട് മാറ്റുന്ന ഒരു തരത്തിലോട്ട് മാറ്റുന്ന ഒരു രീതിയാണ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വോട്ട് ചെയ്തവർ വർഗീയവാദികളാണ്, വിജയിപ്പിച്ച് ഭൂരിപക്ഷം വർഗീയവാദികൾ കൊടുത്താന്ന് പറയുന്നത് അത് സംഘപരിവാറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതെ, സംഘപരിവാർ പറയുന്ന അതേ വാദം തന്നെയാണ് CPM പറയുന്നത്. ഈ വോട്ട് ചെയ്ത മനുഷ്യർ ജീവനുള്ള മനുഷ്യന്മാരാണെന്ന് ഇവർ വിചാരിക്കുന്നില്ല. അവരൊക്കെ ഏതോ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ മാത്രം. അപ്പൊ നിരീശ്വരവാദികൾ കേരളത്തിലില്ലേ, യുക്തിവാദികളില്ലേ, അവർ വോട്ട് ചെയ്തായിട്ട് ഇവർ കാണുന്നില്ലേ? മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ആളുകളെ കള്ളി തിരിച്ചു വെച്ചിട്ടാണ് CPM കാണുന്നത്. അതുകൊണ്ട് ഈ CPM ആണ് മതനിരപേക്ഷതയെ കുറിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവരും മതനിരപേക്ഷരല്ല, ഇവർ വലിയ വർഗീയവാദികളാണ്. സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന്റെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രയാക്താക്കള് CPM ആണ്. അത് അവസാന പയറ്റുന്നത് തോറ്റു തുന്നമ്പടും, ഒരു സംശയവും വേണ്ട. സാധാരണക്കാരുടെ പിന്തുണ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന സകല സാധാരണക്കാരും അവസാന പ്രതീക്ഷയായിട്ട് കാണുന്ന UDF-നെയാണ്. അതുകൊണ്ട് ഇവർ ആരെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ ഇവർക്ക് സാധാരണക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും ഇപ്പൊ CPM-നെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിലെങ്കിലും ഇനി നിലനിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പം കേരളത്തിലും കൂടെ പോയാൽ പിന്നെ ഇല്ലാതാകും, ഇന്ത്യയിൽ തന്നെ ഇല്ലാതാകുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോകും. അതുപോലെ തന്നെ കോൺഗ്രസിനും സമാനമായ ഒരു ആവശ്യം കേരളത്തിലുണ്ട്. ഇതിപ്പം 2 തവണ LDF ഭരിച്ചു. ഇപ്പൊ ഇനി 3-ാം തവണയിലോട്ട് പോകുമ്പോഴത്തേനും LDF തന്നെ ആയിരിക്കും ഇനി 3-ാം തവണ വരിക എന്നുള്ളൊരു പ്രചരണം തീർച്ചയായിട്ടും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? അല്ല, ഇപ്പൊ ബംഗാളിലും ത്രിപുരയിലും CPM-ന് അധികാരം പോയപ്പോൾ അവിടുത്തെ സഖാക്കന്മാർക്ക് കേരളത്തിൽ പണിക്ക് വരാൻ പറ്റി. കാരണം ഇവിടെ CPM-ന് ഭരണമുണ്ട്, പിന്നെ ഇവിടെ കോൺഗ്രസ് ആണ് പ്രധാന രാഷ്ട്രീയ പാർട്ടി. BJP-യിൽ കേരളത്തിലെ CPM-കാർക്ക് ഭരണം പോയാൽ ജോലി എടുക്കാൻ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ പോകാവുന്നുള്ളൂ. കാരണം ഇവർക്ക് ഇന്ത്യയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് തോന്നുന്നു യോഗി ആദിത്യനാഥ്. ഇവിടുത്തെ സഖാക്കന്മാർക്ക് ഇവിടെ പിണറായി വിജയന്റെ ഒരു കത്തുമായിട്ട് പോയ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ BJP-യുടെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് ജോലി കിട്ടും. അപ്പം അതിന് പ്രശ്നമില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവർ 3-ാമത് അധികാരത്തിൽ വരുമെന്ന് പ്രചരണം നടത്തുന്നത് 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് ഇവര് തന്നെ, ഞങ്ങൾ വരും എന്ന് പറയും. രണ്ടാമത്തത് മാധ്യമ സഖാക്കളാണ്. മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറെ സഖാക്കന്മാരുണ്ട്. അവരിങ്ങ് പറഞ്ഞു വരത്തുകയാണ് ഇവര് 3-ാമത് അധികാരത്തിൽ വന്നു. എന്തിന്റെ പേരിൽ അധികാരത്തിൽ വരുന്നതെന്ന് പറയുന്നില്ല. വരും എന്ന് പറയുന്നതല്ലാതെ എന്തിന്റെ പേരിൽ, എന്ത് ചെയ്തതിന്റെ പേരിൽ ജനങ്ങളല്ലേ പറയേണ്ട വരുന്നത്. ഇത് ഇവരാദ്യമേ ഞങ്ങൾ വരും എന്നിങ്ങനെ ട്രെൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇപ്രാവശ്യം നടക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ആളുകളെ പറ്റിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു. കോവിഡിന്റെ ആനുകൂല്യം തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. കോവിഡ് ഉണ്ടായിരുന്നു, കിറ്റ് ഉണ്ടായിരുന്നു, BJP-യുടെ പിന്തുണ ഉണ്ടായിരുന്നു, വിവിധ സാഹചര്യങ്ങളെല്ലാം കൂടി വന്നു, വിവിധ സാഹചര്യങ്ങൾ. പിന്നെ ശക്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇവിടെ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നും നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചു. ഒരു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി അടുത്ത തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചാൽ പരാജയപ്പെടും. CPM-ന് അത് തിരിച്ചറിയുന്നിട്ടില്ല. അവർ ഇപ്പോഴും പഴയ സ്ട്രാറ്റജി തന്നെ എടുത്ത് ഉപയോഗിക്കാം. ജനങ്ങൾ തിരിച്ചറിയും. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ, UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ തകർച്ച ഉണ്ടാകും. കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചതിനേക്കാൾ കൂടുതൽ കാലം സമരത്തിലായിരുന്നു. കോൺഗ്രസ് ഇപ്പോഴും അധികാരത്തിൽ 10-30 വർഷത്തിലേറെയായിട്ട് അധികാരത്തിലാത്ത സംസ്ഥാനം ഗുജറാത്ത്. ഇന്ന് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ ഏറ്റവും എളുപ്പമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് അല്ലേ? നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിലെ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും. അതായത് കോൺഗ്രസ് ഈ രാജ്യത്ത് ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ എത്ര വർഷം നമ്മൾ പ്രതിപക്ഷത്തിരുന്നാലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ജനങ്ങൾ തിരിച്ചു വിളിക്കും കോൺഗ്രസ്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച മനുഷ്യർ 3 കൊല്ലം കൊണ്ട് തിരിച്ചു വിളിച്ചു. നരേന്ദ്രമോദി വോട്ട് ചോരിയിലൂടെ അധികാരത്തിൽ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ആണ് ജനങ്ങളുടെ ചോയ്സ്. ഇനി അവർക്ക് അതേ മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. കേരളത്തിൽ 3-ാമതും പിണറായി വിജയൻ സർക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ പ്രവർത്തകരുടെയും അണികളുടെയും അനുഭാവികളുടെയും പ്രതീക്ഷ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കോൺഗ്രസ് തീർച്ചയായിട്ടും UDF തീർച്ചയായിട്ടും കേരളത്തിൽ അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു യുവനിരയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന താങ്കളടക്കമുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു യുവനിര ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഇതേ യൂത്ത് കോൺഗ്രസിലെ നിങ്ങളെ പോലെയുള്ളവരെ ലക്ഷ്യം വിട്ടുകൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിലൂടെ ഷാഫിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം എന്നുള്ളൊരു ശ്രമമാണ്
നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസിനെ അടിസ്ഥാനപരമായിട്ട് കെട്ടിപ്പടുക്കുന്നതിൽ ഷാഫി പറമ്പിൽ വഹിച്ചൊരു പങ്കുണ്ട്. മാത്രമല്ല കേരളത്തിലെ ഇപ്പോഴത്തെ നിലയിൽ ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളറും കൂടെയാണ് ഷാഫി. അപ്പം ഈ ഷാഫിയുടെ ഒരു ഇമേജിനെ ഇടിക്കാനുള്ളൊരു ശ്രമം തീർച്ചയായിട്ടും CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കുറെ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കും പറവൂരത്തെ ഷൈൻ ടീച്ചർ പറഞ്ഞത് നിലാവ് കാണുമ്പോൾ കുറയ്ക്കുന്ന നായ്ക്കളെന്ന്. അപ്പൊ നിലാവ് ഷാഫിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഈ കുറയ്ക്കുന്ന നായ്ക്കൾ ആരാണെന്ന് ഇനി അവരാണ് പറയേണ്ടത്. കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് പ്രചരണം നടത്തി. ഷാഫിയുടെ ഭൂരിപക്ഷം കൂടുക, ഷാഫിക്ക് ജയിക്കുക മാത്രമല്ല ഒരു പാൻ കേരള ലീഡറായിട്ട് മാറി അല്ലേ? ഒരു ചെറുപ്പക്കാരനെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്ന പരമാവധിയാണ് വർഗീയത പറയുക, പിന്നെ സ്ത്രീ വിഷയങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കുക. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് രണ്ടും പറഞ്ഞില്ലേ അയാൾക്കെതിരെ? എന്ത് ചെയ്യാൻ പറ്റിയവർക്ക്? ഇത്തരം മെറിറ്റുള്ള ഇതുപോലെ ക്ലാരിറ്റി ഉള്ള ചെറുപ്പക്കാർ എത്ര പേര് അപ്പുറത്തുണ്ട്? അപ്പുറത്ത് ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഇല്ലാത്തതിന് കാരണം കൂടി അവർ മനസ്സിലായി. അതൊരു ഭരണവിലാസം സംഘടനയായി DYFI SFI മാറി. മനസ്സിലായോ? അതായത് സ്ഥിരമായി അധികാരത്തിലിരിക്കുന്നതിന്റെ സകല സൗകര്യങ്ങളും പറ്റി വ്യാജ ഡിഗ്രിയും വ്യാജ മാർക്ക് ലിസ്റ്റും വ്യാജ സർട്ടിഫിക്കറ്റും കൊണ്ട് ജോലിയും മറ്റ് സംവിധാനങ്ങളും ഭാര്യമാർക്ക് പിൻവാതിൽ നിയമനങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരങ്ങനെ സുഖലോലുപതയിൽ നടക്കുക. അവിടുത്തെ ചെറുപ്പക്കാർക്ക് വിപ്ലവം മറന്നുപോയി. അവർക്കൊന്ന് ശബ്ദിക്കാൻ നാവിന് പറ്റാതെയായി. നാവിന് തളർച്ച വന്നു, വാദം വന്നു. അപ്പൊ ഇപ്പുറത്ത് നിരന്തര പ്രതിപക്ഷത്ത് യാതൊരു സാധ്യതകളും അധികാരത്തിന്റെ ഇല്ലാതെ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ അവരുടെ ആശയത്തോളം അവരുടെ നാവിനോളം ശക്തിയോളം എന്തോ ഉള്ളത്? ഷാഫി പറമ്പിലിന്റെ വാക്കുകളെ ഖണ്ഡിക്കാൻ ശേഷിയുള്ള ആരോ ഉള്ളത്? ഷാഫി പറമ്പിലിന്റെ വർഗീയ വിഷ ടാങ്ക് വിഷം എന്ന് പറഞ്ഞാൽ റഹീമിന് ധൈര്യമുണ്ട് ഷാഫിയോടൊപ്പം നേരിട്ടിരുന്ന് സംസാരിക്കാൻ, പോയിന്റ് ടു പോയിന്റ് സംസാരിക്കാൻ പറ്റുമോ? കേരളത്തിലെ ഏത് CPM-ന്റെ ഏത് യുവ നേതാവിനാ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF-ലെ യുവനിരയിൽപ്പെട്ട ചെറുപ്പക്കാരോട് സംസാരിക്കാൻ പറ്റുക? അങ്ങനെ നേരിട്ട് ഇവര് വലിയ ആഗോള കാര്യങ്ങളൊക്കെ പറയും. വേണമെങ്കിൽ ആമസോൺ കാർഡുകളിലെ അടിക്കാർഡുകളിൽ തീ പിടിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വലിയ വിവാദം, വലിയ വർത്തമാനമൊക്കെ പറയും. ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ നേരിട്ട് പോയിന്റ് ടു പോയിന്റ് സംസാരിക്കാൻ ധൈര്യമുള്ള ഒരാൾ അപ്പുറത്തുണ്ടോ? ഉണ്ടാവില്ല. കാരണം അവരെക്കാൾ ആർജവം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിക്കുന്ന മരപ്പെട്ടിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? കേരളത്തിലെ DYFI-യേക്കാളും SFI-യേക്കാളും ആർജവം അവർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രതിഷേധം ഈ മരപ്പെട്ടിക്ക് ചെയ്യാൻ തോന്നുന്നത്. കാരണം ഇവര് ഭരണവിലാസ സംഘടനയായപ്പോൾ ഒരു അഭിപ്രായം പോലും ഇല്ലാത്ത ആളുകളായി. അവർ UDF-നെ വെല്ലുവിളിക്കാറായിട്ടില്ല. UDF-ന്റെ ചെറുപ്പക്കാരെ നിരത്തി നിർത്തിയാൽ അതിന്റെ ഏറ്റവും ബാക്കിൽ പോലും നിൽക്കാൻ യോഗ്യത അപ്പുറത്ത് ഒരാൾക്കില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു മെറിറ്റാണ്. ഇത്രയും അധികം ആളുകൾ UDF-ലും കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസ്സിൽ KSU-ലൊക്കെ ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെറിറ്റാണ്. ഒരുപാട് ചോയ്സ് ആളുകൾക്ക് കിട്ടുകയാണ്. ആളുകൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. യാതൊരു പ്രിവിലേജും ഇല്ലാതെയല്ലേ ഈ ചെറുപ്പക്കാരൊക്കെ വളർന്നു വരുന്നത്. യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ പോരാടി ജയിച്ചു വരുന്ന ആളുകളാണ്. അപ്പുറത്ത് എല്ലാ പരിപോഷണങ്ങളും കിട്ടിക്കൊണ്ട് പരിലാളനകൾ കിട്ടിക്കൊണ്ട് വളർന്നു വരുന്ന ആളുകൾ. അതിന്റെ കുറവ് അവിടെ ഉണ്ടാവും. പോരാടി വരുന്നവന് അതിൻ്റെതായ മെറിറ്റ് ഉണ്ടാവും. ഈ പറഞ്ഞു വന്ന പോലെ ഇപ്പം യൂത്ത് കോൺഗ്രസിലെ നിങ്ങളെപ്പോലുള്ളവരെ ലക്ഷ്യമിടുന്നതിനോടൊപ്പം തന്നെ താങ്കൾക്കെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് താങ്കളുടെ കുടുംബത്തെയും കൂടെ ചേർത്തിട്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. അതിപ്പം അത്തരം പോസ്റ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം തരം താഴ്ന്ന രീതിയിലോട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ഞാനിത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ വരുന്ന ആക്ഷേപങ്ങളെ ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ പറയുന്നതിന് ഞാൻ അതിനെ ഫേസ് ചെയ്യുകയാണ്. ഫേസ് ചെയ്യാന്ന് മാത്രമല്ല അതിനെതിരെ സംസാരിക്കുക കൂടിയാണ്. ഇത് കാണുമ്പോൾ പേടിച്ചു പോകുന്ന ഇവർ വിചാരിക്കുന്നു. ഗോവിന്ദൻ മാഷ് പറഞ്ഞ പോലെ മറ്റേ ശബരിമല അയ്യപ്പ സംഗമത്തിൽ കാലിയായ കസേര നോക്കി ഇത് AI എന്ന് പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. AIയുടെ എല്ലാ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും എന്നെക്കുറിച്ച് അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക ഇവര് AIക്കെതിരെ വലിയ പ്രചരണം നടത്തുന്ന ആളുകളും ഇതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇവർക്ക് രാഷ്ട്രീയം പറയാറിയില്ല. ഇവർ പണ്ട് കാലം തൊട്ട് രാഷ്ട്രീയം പറയുന്ന ആളുകളെ വ്യക്തിഹത്യ നടത്തി മാത്രമേ ഇവർക്ക് ശീലമുള്ളൂ. നിയമസഭയ്ക്കകത്ത് ഗൺമോൻ പരാമർശം നടത്തിയത് VS അച്യുതാനന്ദൻ എന്തുദ്ദേശിച്ചാ പറഞ്ഞു? സിന്ധു ജോയിയെ അഭിസാരികയ്ക്ക് തുല്യമായിട്ട് ഉപയോഗം കഴിഞ്ഞ് കറിവേപ്പിലെയാണ് അഭിസാരിയെ പോലെയാണെന്ന് ആക്ഷേപിച്ചതാരാ?
ഇനി AK ആന്റണി അമൃതാനന്ദമയ്യെ കണ്ടപ്പോൾ TK ഹംസ അന്ന് നിയമസഭയിൽ അന്ന് ചീഫ് വിപ്പ് ആയിരുന്നു എനിക്ക് തോന്നുന്നു, ചീഫ് വിപ്പ് ആയിരുന്നു TK ഹംസ പറഞ്ഞ ആക്ഷേപമുണ്ട്. പുറത്തു പറയാൻ പറ്റൂല, അത് നിയമസഭാ രേഖകളിൽ നിന്ന് മാറ്റപ്പെട്ടു. അതേ അമൃതാനന്ദമയ്യെ ഇന്നലെ ഇവർ ചുംബിച്ചു മാലയിട്ടു. ഇവർക്ക് ഇത് എന്തും ചെയ്യും, ഇവരെന്തും മാറ്റി പറയും. അപ്പൊ ഇവർ ഇതിന് ഉപയോഗിക്കുന്ന ഒരു മാർഗം അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കലാണ് നമ്മുടെ ജോലി. ഞാനല്ലാതെ ഇവരുടെ നേതാക്കന്മാർ, നിങ്ങളുടെ നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന് ഞാൻ ചോദിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഈ മറ്റാളുകൾക്കെതിരെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? നിങ്ങൾ പൊതുപ്രവർത്തകർക്ക് സ്കെയിലിംഗ് വെക്കേണ്ടത് സ്ത്രീ വിഷയം വെച്ചിട്ടല്ല. അതായത് സ്ത്രീകളെ കൂട്ടി ആക്ഷേപിക്കുന്നതിലല്ല പൊതുപ്രവർത്തകരുടെ മെറിറ്റ് അളക്കേണ്ടത്. ഒരു സ്ത്രീയും പുരുഷനും അവരുടെ സ്വകാര്യത, അവരുടെ ജീവിതം, അത് അവരുടെ തീരുമാനമല്ലേ. CPM ആണ് ഇത് തീരുമാനിക്കുന്നത്. കുറെ കാലം മുമ്പ് കളമശ്ശേരിയിൽ KSUവിന്റെ സമരം നടന്നപ്പോൾ ഒരു പെൺകുട്ടി മുടി ഇങ്ങനെ ഇത്രയും വെട്ടിയിരിക്കുന്ന ഒരു പെൺകുട്ടി സമരം ചെയ്തപ്പോൾ പുരുഷ പോലീസാണ് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തത്. അതിന് വലിയ പ്രതിഷേധം ഉണ്ടായി. EP ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ്, ആ കുട്ടിയെ കണ്ട പെൺകുട്ടിയാന്ന് തോന്നില്ല, ആൺകുട്ടിയുടെ പോലെ മുടി വെട്ടിയത്. പെൺകുട്ടികൾ എങ്ങനെ മുടി വെട്ടണമെന്ന് ഇവരാ തീരുമാനിക്കുന്നത്. ആ പെൺകുട്ടി ജീൻസ് ഇട്ടു, ആൺകുട്ടികളെ പോലെ വസ്ത്രം ധരിച്ചു എന്നാ പറയാ. ഇവിടുത്തെ പെൺകുട്ടികൾ ഏത് വസ്ത്രം ധരിക്കണമെന്നും എങ്ങനെ മുടി വെട്ടണമെന്നൊക്കെ ഇവന്മാര് തീരുമാനിക്കുന്ന കാലമാണ്. അതൊരു ഗതികേടല്ലേ? നമ്മളൊരു കറുത്ത മാസ്ക്, കറുത്ത ഷർട്ട്, കറുത്ത കുട, കറുത്ത പാൻ്റൊക്കെ ഇട്ട അപ്പൊ അത് ഇവരുടെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുന്നത് ഒരു ഗതികേടാ. ആ ഗതികേടിന് നിന്ന് കൊടുക്കാൻ പറ്റില്ല. എന്ത് വന്നാലും നമ്മൾ അതിനെതിരെ സംസാരിക്കും, പോരാടും. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ CPM-നകത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടിയല്ല സംസാരിക്കണ്ടേ, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി കൂടിയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി കൂടി സംസാരിക്കണം. ഒരു സ്ത്രീയെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വേറൊരു പുരുഷനെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പുരുഷനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും തുല്യ നീതി ഉറപ്പ് കൊടുക്കുന്ന ജെന്റിൽ പൊളിറ്റിക്സ് പറയുക എന്നുള്ളതാണ്. അത് CPM പഠിച്ചിട്ടില്ല, അത് നമ്മൾ പഠിപ്പിക്കും അവരെ. ഈ ഒരു വിഷയത്തിൽ നിയമ നടപടിക്ക് നീങ്ങുന്നുണ്ടോ ഇപ്പം? അല്ല, ഇതിൽ നിയമ നടപടിക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പേ ഇത്ര ആക്ഷേപം കിട്ടിയ എത്ര മനുഷ്യരുണ്ട്. ഉമ്മൻചാണ്ടി മരണപ്പെട്ട ദിവസം P രാജീവ് എന്ന് പറഞ്ഞ വ്യവസായ മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട സേതു, ഇന്നസെന്റിന്റെ പഴയ സ്റ്റാഫായിരുന്നു, MP ആയിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് അധിക്ഷേപകരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഞാൻ വ്യക്തിപരമായി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി കൊടുത്തു. നാളിതുവരെ അതിൻ്റെ ഒരു മെമോ പോലും കണ്ടില്ലല്ലോ, ഒരു ഇൻഫർമേഷനും ഇല്ല. എന്ത് നടപടിയുണ്ട്? കേരളത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഇത്രയും പരാതികളുണ്ട് ഇല്ലേ? എന്ത് നടപടി സ്വീകരിച്ചു? സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ ഇക്കാര്യത്തിൽ എനിക്ക് അവരുടെ ആത്മാർത്ഥതയിൽ ഒരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് വ്യക്തിപരമായി ഞങ്ങൾ പരാതി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഒരാൾ പറഞ്ഞ പരാതി കൊടുക്കും, അത് KJ ഷൈൻ ടീച്ചറാണ്. കേരളത്തിൽ ഈ സമീപകാലത്ത് മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് കിട്ടിയ ഒരു വനിതയെ അവരുടെ പരാതിയിൽ അതിവേഗത്തിൽ നടപടി സ്വീകരിച്ച ആഭ്യന്തര വകുപ്പ് സമാനമായ വേഗത ഞങ്ങളുടെ കാര്യത്തിലും എടുക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ അവർ ഉറപ്പ് നൽകുന്നത്. ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ല, അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയണം. അവർ ആ പാർട്ടിക്കാരി ആയതുകൊണ്ട് കിട്ടിയതാണോ? അല്ലെങ്കിൽ ആ മെറിറ്റ് ഞങ്ങൾക്കും കൂടി കിട്ടുമെന്ന് അവരൊരു CPM നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉറപ്പ് നൽകിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പരാതി കൊടുക്കും. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, അത് പരാതി കൊടുക്കണം. അങ്ങനെ വെറുതെ വന്ന് ഈ വിഴുപ്പലക്കിട്ട് വിട്ടുപോകാൻ ഞങ്ങൾ വിട്ടില്ല. മറുപടി പറയിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും വേണമല്ലോ. കോൺഗ്രസിലെ എത്രയോ വനിതാ നേതാക്കന്മാർ, കേരളത്തിലെ എത്രയോ വനിതാ മാധ്യമ പ്രവർത്തകർ, ഇവരൊക്കെ ആക്ഷേപിക്കപ്പെട്ടില്ല. എത്ര പുരുഷ നേതാക്കന്മാർ, പുരുഷ മാധ്യമ പ്രവർത്തകർ. ഈ ആക്ഷേപിക്കപ്പെട്ട മനുഷ്യർക്ക് നീതി കൊടുക്കാതെ ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന നീതി അത് അനീതിയാണ്. ആ വേഗത അനീതിയുടെ വേഗതയാണ്, അത് ശരിയല്ല. ഇത് രാഷ്ട്രീയപരമായിട്ട് നേരിടാനുള്ള തീരുമാനമുണ്ട്. അതായത് ഇപ്പം പറഞ്ഞു വന്നത്, ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള വളരെ വലിയൊരു ക്യാമ്പയിനിങ് നടത്തുമ്പോൾ ഒറ്റയ്ക്കല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ നേരിടാനുള്ള അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ? അല്ല, ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ രാഷ്ട്രീയമല്ലേ. ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ സംസാരിക്കുന്നത്, കോൺഗ്രസിൻ്റെ UDF-ൻ്റെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്നതിൻ്റെ രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടുന്നത് തന്നെയാണ്. അപ്പുറത്തുനിന്ന് സംഘടിതമായിട്ട് വലിയ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞൊരു വാക്കിനെ ഖണ്ഡിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഒരു പോയിന്റിനെ രാഷ്ട്രീയമായിട്ട് ഖണ്ഡിക്കാൻ പറ്റുന്നുണ്ടോ? അത് രാഷ്ട്രീയമായിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ ആക്ഷേപം പറയല്ലേ. അതായത് വൃത്തികെട്ട പടങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വൃത്തികെട്ട വാദങ്ങൾ എഴുതി വെക്കുക. ഇതല്ലാതെ നേരിട്ട് ഇതിന് ഓരോന്നിനും മറുപടി പറയാൻ ശേഷിയുള്ള ഒരാളവിടെ ഇല്ല, ശേഷിയില്ല. ആ മറുപടി പറയാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് ഈ ആക്ഷേപം ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് ഉണ്ടാകാത്തോടത്തോളം കാലം അവരോട് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള നേരിടൽ. അത് ഞങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ആ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വരുന്ന ഇലക്ഷനിലോട്ട് വരുമ്പോഴത്തേനും നിങ്ങളുടെ യുവനിരയിൽ നിന്നുള്ള ഒരു സ്ഥാനം എങ്ങനെയായിരിക്കും? അവരുടെ ഒരു പ്രാതിനിധ്യം എങ്ങനെയായിരിക്കും? ഇനി
കോൺഗ്രസിൽ? അല്ല, കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും യുവാക്കൾക്ക് കൃത്യമായ അർഹമായ പരിഗണനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെയും ഉണ്ടാകും, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും അത് കൃത്യമായിട്ട് ഉണ്ടാകും. കാരണം കേരളത്തിൽ യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇന്ത്യ പോലും 64% ചെറുപ്പക്കാരാൽ സമ്പന്നമായ ഒരു രാജ്യമാണ്. ചൈനയേക്കാൾ മുൻപിലാണ് യുവാക്കളുടെ ഒരു എണ്ണം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ യുവാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ്, അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ ഇലക്ഷന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും പരമാവധി ആളുകളെ അവസരം കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ്, കൊടുക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, നേതാക്കന്മാർ, സീനിയർ നേതാക്കന്മാരും കൂടി വേണം. യുവാക്കൾക്ക് മാത്രം കടന്നു വരണം എന്ന് പറയുന്നതല്ല, യുവാക്കൾ അവരുടെ എക്സലൻസ് പ്രൂവ് ചെയ്താണ് വരേണ്ടത്. കാരണം മറ്റൊരാൾ അവസരം കൊടുത്തതല്ല വരേണ്ടത്. അവസരം കൊടുക്കുകയല്ല, നമ്മൾ നമ്മുടെ എക്സലൻസ് പ്രൂവ് ചെയ്യുക കൂടി ചെയ്യണം. അപ്പോൾ രണ്ടും കൂടി വരുമ്പോഴാണ്, അവസരം കിട്ടുക എന്നുള്ളത് നമ്മൾ എക്സലൻസ് പ്രൂവ് ചെയ്യുകയും കൂടി ചെയ്യും. രണ്ടും കൂടി വരുമ്പോഴാണ് ഒരു സാധ്യത വരുന്നത്. അപ്പോൾ യുവാക്കൾക്ക് അവസരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇലക്ഷനിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും ഒരു പ്രചരണമൊക്കെ ഏത് രീതിയിലായിരിക്കും? അല്ല, കോൺഗ്രസ് ഇപ്പോൾ ഓൾറെഡി 2025 പഞ്ചായത്ത്, മുനിസിപ്പൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ വോട്ട് ചേർക്കൽ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് എങ്ങും ഇല്ലാത്തത്ര അധികം വോട്ടുകൾ ചേർക്കുന്നു, വോട്ട് ഒഴിവാക്കും, വോട്ടർ പട്ടിക പഠിക്കുന്നു. അത് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആക്ഷേപമൊക്കെ വന്നപ്പോൾ തെളിവുകൾ സഹിതം ഒരു തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ജയം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തെളിവ് വന്നപ്പോൾ നന്നായിട്ട് പ്രാദേശികമായിട്ട് UDFും കോൺഗ്രസും കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്താണ് പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള വലിയ വിജയം ഇപ്രാവശ്യം ഉണ്ടാവും. പിന്നെ മിഷൻ 26 എന്ന് പറഞ്ഞ് നമ്മൾ നിയമസഭയിലേക്ക് പോകുമ്പോൾ, അത് മിഷൻ 25 കഴിയുമ്പോൾ, ഇത് മിഷൻ 25 തന്നെ മിഷൻ 26ലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ്.